മലയൻകീഴ് ബി.ജെ.പി. വാർഡ് വനിതാ മെമ്പർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് ആക്രമണത്തിനിരയായ ചന്ദ്രലേഖ. നിലവിൽ മലയൻകീഴ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ചന്ദ്രലേഖ പറഞ്ഞു. തിരുവനന്തപുരം മലയൻകീഴ് അണപ്പാട് ബി.ജെ.പി. വാർഡ് മെമ്പറുടെ നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് ആക്രമണത്തിനിരയായ ചന്ദ്രലേഖയുടെ തീരുമാനം. മലയൻകീഴ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ചന്ദ്രലേഖ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖരന് പരാതി നൽകാനാണ് വാർഡ് മെമ്പർ കൂടിയായ ചന്ദ്രലേഖയുടെ തീരുമാനം. മലയൻകീഴ് പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തുകൊണ്ട് ഞാൻ ഇതിന്റെ അങ്ങേയറ്റം എനിക്ക് നീതി ലഭിക്കുക, എൻ്റെ മകനും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട് എന്നതിലുപരി ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞാനൊരു ജനപ്രതിനിധിയാണ്. നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സംരക്ഷണം ലഭിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അതിന് ഞാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് വരെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മലയൻകീഴ് പോലീസ് കേസെടുത്തുവെങ്കിലും കുറ്റവാളിയും മറ്റു ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ഹേമന്തും സംഘവും നടത്തിയ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കാൻ വൈകുന്നുവെന്നാണ് ആരോപണം. പ്രതിയെ സഹായിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ചന്ദ്രലേഖ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ജനം, തിരുവനന്തപുരം.